10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ ഈ എക്സാംസിനുമായി ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്ന എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളൊരു സീരീസാണ് നമ്മളിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ആവറേജിന് മുകളിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ. നമ്മൾ വളരെ ലോ ലെവലിലേക്ക് പോകുന്നില്ല, കുറച്ച് ആവറേജ് എബോ ആവറേജ് നിൽക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുമെങ്കിൽ നിങ്ങളൊരു ബുക്ക് എടുക്കുക, അതിനകത്ത് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം വർക്കൗട്ട് ചെയ്ത് പോവുക. അപ്പോൾ അടുത്ത വർഷം ഒരു എക്സാമൊക്കെ വരുന്ന സമയത്തേക്ക് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോഴേ തുടങ്ങി, നമ്മൾ ആ സമയത്തല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇപ്പോഴേ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഒരു നല്ല രീതിയിൽ മാത്സിനെ നമ്മുടെ കയ്യിൽ ഒതുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നെങ്കിൽ മാത്രം വീഡിയോ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത ചോദ്യം നോക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75 സെൻറ്റിമീറ്റർ എന്നാണ് ചോദ്യം. 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75 സെൻറ്റിമീറ്റർ? അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും നമുക്ക് 2 യൂണിറ്റിലിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ഒരെണ്ണം മീറ്ററിലും ഒരെണ്ണം സെൻറ്റിമീറ്ററിലുമാണ്. അപ്പോൾ രണ്ടിനെ നമുക്ക് ഒന്നിലായിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നോക്കി, 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75 സെൻറ്റിമീറ്റർ എന്നാണ് ചോദ്യം. എപ്പോഴും വലുതിനെ ചെറുതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതിനെ വലുതാക്കുകയാണെങ്കിൽ നിന്നാൽ ഡിവിഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ യൂണിറ്റ് കൺവേർഷൻ അത് പറയുകയാണ്. അപ്പോൾ നമ്മൾ യൂണിറ്റ് കൺവേർഷൻ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടറിയാം. അതായത് മീറ്ററിനെ എങ്ങനെ സെൻറ്റിമീറ്ററോട്ട് മാറ്റും, സെൻറ്റിമീറ്ററിനെ മീറ്ററോട്ട് മാറ്റാൻ ഹരിക്കുകയാണോ ഗുണിക്കുകയാണോ ചെയ്യേണ്ടത്, ഇനി കിലോഗ്രാമിനെ ഗ്രാമാക്കാൻ നമ്മൾ ഹരിക്കണോ ഗുണിക്കണോ, ഇതൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ഒരു ലിങ്ക്, നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോ ലിങ്ക് ഞാനത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാനത് ചെയ്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ട് അതുകൂടെ ഒന്ന് കണ്ടുകൊള്ളുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഈ യൂണിറ്റ് കൺവേർഷൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതൊന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങൾ നോക്കുക. അതല്ല നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറോട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ഏതെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, നമുക്ക് 5 മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? സോ 5 മീറ്റർ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് 5 മീറ്റർ ആണല്ലേ. അപ്പോൾ 5 മീറ്ററിനെ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാതെ, അപ്പോൾ നിങ്ങൾ ആ പറഞ്ഞ യൂണിറ്റ് കൺവേർഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ നമ്മൾ ചെയ്യുന്നത് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. റീസൺ എന്താണെന്ന് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി നോക്കിക്കൊള്ളുക. വലിയ യൂണിറ്റിനെ ചെറുതാക്കാൻ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കോഡ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കണം. അപ്പോൾ നമ്മൾ വലുതിനെ ചെറിയ യൂണിറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു മീറ്ററും സെൻറ്റിമീറ്ററും തമ്മിലുള്ള റിലേഷൻ എന്താണ്? 100 സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് 5നെ 100 കൊണ്ട് ഗുണിച്ച് നമ്മൾ എന്തെന്ന് എഴുതും? നമ്മൾ 500 മീറ്റർ എന്ന് എഴുതും. 500 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 മീറ്റർ എന്ന് പറയുന്നത് 500 സെൻറ്റിമീറ്റർ ആണ്. നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്. ഈ 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75 എന്നാണ് ചോദ്യം. 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75? അതായത് 500 സെൻറ്റിമീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75% എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം 500ൻ്റെ എത്ര ശതമാനം 75. നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. 500ൻ്റെ എത്ര ശതമാനം നമുക്ക് 2 രീതി ചെയ്യാം. 500ൻ്റെ എത്ര ശതമാനം നമുക്ക് അറിയില്ല. 100ൽ x ശതമാനമാണ് 75 എടുക്കുകയാണ്. കണ്ടോ 70 സെൻറ്റിമീറ്റർ അങ്ങനെ എടുക്കണം. 500ൻ്റെ 100ൽ x ശതമാനമാണ് 75 എങ്കിൽ x കണ്ടുപിടിച്ചപ്പോൾ എത്ര ശതമാനം ചോദിച്ചിരിക്കുന്നത്? എത്ര ശതമാനം അറിയില്ല. നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. നോക്കി, ഇത് രണ്ടും കട്ട് ചെയ്ത് പോയില്ലേ? അപ്പോൾ x = എന്ത് വരുന്ന ഈ 5 അങ്ങ് അപ്പുറത്ത് പോട്ടെ. 5 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ 75/5 എന്ന് മാറും. അതായത് 15% എന്ന് കിട്ടും. നോക്കി 15 ഉണ്ടോ നോക്കി. ആൻസറിൽ 15 ഓപ്ഷൻ ഉണ്ടല്ലേ? സി ആണ് ഓപ്ഷൻ. സോ ആൻസർ 15% എന്നാണ്. അപ്പോൾ ഇത് ഒരു രീതിയാണ്. ഓക്കെ, 500 ഡയറക്റ്റായിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ വായിച്ച് അതുപോലെ ചെയ്തു. 500ൻ്റെ എത്ര ശതമാനമാണ് നമ്മൾ എഴുതുന്നു? 500ൻ്റെ x ശതമാനമാണ്. നിങ്ങൾ ക്ലിയർ ആയില്ലെങ്കിൽ എന്ന് നോക്കുക. 500ൻ്റെ x ശതമാനമാണ് 75 എടുക്കുകയാണ്. അപ്പോൾ 500ൻ്റെ നമുക്കറിയാം ഇൻ്റെ മാറ്റി ഇൻറ്റു ആക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇൻറ്റു ആക്കി 100ൽ x ശതമാനം ആണ് 75. നമ്മളിങ്ങനെ ബാക്കി അങ്ങ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതല്ലാതെയും ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന കേസാണ്. അല്ലാതെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ്? നമ്മളിപ്പോൾ 500ൻ്റെ എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഒരു ലോജിക്കൽ വൈസ് ആകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നോക്കുക. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യുക. എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം. 500ൽ 75 × 100 നോക്കി. ഇങ്ങനെ ചെയ്താലും നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. ശരിയല്ലേ? 500ൽ 75 ആണ്.
എങ്കിൽ 100 എത്ര നോക്കിയാലും നമുക്ക് 15 തന്നെ കിട്ടും. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ലോജിക്കലി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയത്. ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്നവർക്ക് ഇങ്ങനെയും ചെയ്യാം, തെറ്റൊന്നുമില്ല. ഓക്കെ അല്ലേ? ഇതിനടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 10 ആളുകളുടെ ശരാശരി വയസ്സ് 36. ഒരേ പ്രായമുള്ള 2 പേര് കൂടി ഇവരോടൊപ്പം ചേർന്നപ്പോൾ ശരാശരി 38 ആയി. എന്നാൽ പുതുതായി വന്നവരുടെ പ്രായം എത്ര എന്നാണ് ചോദ്യം. നോക്കാം നമുക്ക് എന്താണ്. നമുക്ക് 10 പേരുടെ ശരാശരി, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ 10 പേരുടെ ശരാശരി വയസ്സ് 36. 10 × 36 360 നമുക്കറിയാം. നമ്മൾ ഒരുപാട് ചെയ്തതല്ലേ. അപ്പോൾ 10 × 36 360. ഇനി എന്താ പറയുന്നത്? ഒരേ പ്രായമുള്ള 2 പേർ കൂടി വന്നു. അപ്പോൾ ആകെ എണ്ണം എത്രയായി? 12 ആയി. 12 × 38. ശരിയല്ലേ? അപ്പോൾ ശരാശരി 32 എന്നാണ് പറയുന്നത് അല്ലേ? 32 അല്ലേ പറയുന്നത്? 38 ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 12 × 38 നമുക്ക് ഗുണിച്ച് നോക്കാം. എന്താണ് 12 × 38? 38 × 12. 8 2 16. 3 2 6 1 7. 1 8 8. 1 3 3. 6 5 then 4 456. ശരിയല്ലേ? നമുക്ക് എപ്പോഴും കുറച്ച് നോക്കാം. 12 നിന്ന് 10 പോയാൽ 2. അതായത് അധികം വന്നത് എത്ര പേരാണ്? 2 പേരാണ്. കുറച്ച് നോക്കി കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 6 0 കുറച്ചാൽ 6, 15 6 കുറച്ചാൽ 9, 96. എന്ത്? 2 പേരുടെ, ഇതെന്താണ് സംഭവം? ഇത് ആൾക്കാരുടെ എണ്ണം, ഇത് ശരാശരി, ഇത് തുക എന്നല്ലേ? കാര്യം എണ്ണയുടെ ശരാശരി തുക നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോക്കി 2 പേരുടെ തുക 96. 2 പേർക്കും ഒരേ പ്രായവുമാണ്. ശരിയല്ലേ? 2 പേർക്കും ഒരേ പ്രായം. പക്ഷെ 2 കൂട്ടുമ്പോൾ 96 കിട്ടും. ഇനി ഒരാൾക്ക് എത്രയായിരിക്കും? 96/2 മീൻസ് 48. ക്ലിയർ അല്ലേ അത്? സോ ഒരാൾക്ക് എത്ര വയസ്സാണ്? 48 വയസ്സ്. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. 48 D ആണ് ഓപ്ഷൻ. സോ അങ്ങനെ ആൻസർ അതിനകത്തുണ്ട്. ക്ലിയർ അല്ലേ? അത് പ്രശ്നമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കൃത്യങ്കവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കുറച്ച് നല്ല ചോദ്യമാണ്. നോക്കിയേ. 32 റൈസ് ടു -1/5. ദെൻ കൂടെ ആരുണ്ട്? മൈനസ് 27 റൈസ് ടു -2/3. ഇതാണ് ചോദ്യം അല്ലേ? നമ്മൾ പഠിക്കേണ്ട കൃത്യങ്ക നിയമങ്ങളിൽ ഒന്നാമത്തേതാണ് ഞാൻ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. 1/a⁻n. അത് മുകളിൽ പോകുമ്പോൾ a⁻n ആവും. അതായത് പവർ പോസിറ്റീവ്, താഴെയുള്ള -n മാറ്റണമെങ്കിൽ മുകളിൽ കൊണ്ടുപോയാൽ മതി. അതുപോലെ മുകളിലുള്ള a⁻n അതിന് പോസിറ്റീവ് ആണെങ്കിൽ താഴെ കൊണ്ടുപോയാൽ മതി. a⁻n എന്നാവും. കണ്ടോ? അത്രേ ഉള്ളൂ. അപ്പോൾ താഴെയുള്ള നെഗറ്റീവ് മുകളിൽ പോകുമ്പോൾ പോസിറ്റീവ് ആവും, മുകളിലുള്ള നെഗറ്റീവ് താഴെ വരുമ്പോൾ പോസിറ്റീവ് ആവും. തിരിച്ചു മറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. 32 റൈസ് ടു -5. 32 റൈസ് ടു -5 നമുക്ക് എന്ത് ചെയ്യാം? ആലോചിച്ച് നോക്കിയേ. ഞാൻ ഇതിനെ താഴെ കൊണ്ടുവന്ന് 1/, നമ്മൾ എന്താ ചെയ്ത് ഈ ഒരു മെത്തേഡ് എടുത്ത് ഈ സാധനം a⁻- എന്ന് കിടന്നതിനെ നമ്മൾ 1/, ഇട്ട് എഴുതുമ്പോൾ അത് പോസിറ്റീവ് ആവും. എങ്കിൽ 32 എന്ന് കിടന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/32 ഓക്കെ അല്ലേ? മൈനസ് ഇതിനെയും പോസിറ്റീവ് ആക്കാം. 1/27 പോസിറ്റീവായി താഴെ വരുമ്പോൾ പോസിറ്റീവ് ആവും. ഇനി എന്താ ചെയ്യുക? ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ കുറേ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുന്നതാണ്. നോക്കി നമുക്ക് എന്ത് പറയാൻ പറ്റും? 1/, ഇത് 32 എന്ന് വെച്ചാൽ 2/5 ആണ്. കാര്യം 32 ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാൽ മതി. 32 ഇങ്ങനെ 2 16 2 8 2 4 2 2. ഇപ്പോൾ എത്ര 2? 1 2 3 4 5 2കളുണ്ട്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2/5 എന്ന് എഴുതാം. ഇത് എനിക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഐഡിയ കിട്ടുക. കാര്യം 32 2/5 എന്ന് എഴുതാമെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഞാൻ കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തത് കൊണ്ടാണ്, എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അത് തോന്നണം. അങ്ങനെ തോന്നണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പഠിച്ചാലേ പറ്റുള്ളൂ. സോ റൈസ് ടു എന്ത് വരും? 1/5. അത് ഇവിടെ നിന്ന് വന്നു. ഇവിടുത്തെ 1/5 അല്ലേ? മൈനസ് അപ്പുറത്ത് പറഞ്ഞ് 1/, 27 നമ്മൾ എങ്ങനെ എഴുതും? 3ന്റെ ക്യൂബ് എന്ന് എഴുതും. റൈസ് ടു 2/3. ഇത്രയേ ഉള്ളൂ. പ്രശ്നമില്ലല്ലോ. സിമ്പിൾ അല്ലേ? ഒന്നുമില്ല. 3 ക്യൂബ് 27 27 ഞാൻ അങ്ങനെ എഴുതിയതിനെ അത് തോന്നണം നമുക്ക്. ഇത് നോക്കി. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു കൃത്യങ്ക നിയമം എന്താണ്? a⁻m the whole raised to n is equal to a⁻m into n എന്നാണ്. അതായത് പവറിന്റെ പവർ വന്നാൽ ഗുണിക്കണം. ഒരു പവർ വന്നു, അതിന്റെ പവർ വന്നു എങ്കിൽ എന്ത് ചെയ്യണം? ഗുണിക്കണം. പവറിന്റെ പവർ വന്നാൽ ഗുണിക്കണം. നോക്കിയേ. 1/, പവറിന്റെ പവർ അല്ലേ? സോ 2 അതുപോലെ വെച്ചിട്ട് ഗുണിക്കണം. 5 × 1/5 ശരിയല്ലേ? മൈനസ് 1/, നോക്കിയേ 3 റൈസ് ടു 3 × 2/3. ഇത് തമ്മിൽ ഗുണിക്കുന്നതാ m × n. അതുപോലെ m × n. അതുപോലെ ഇത് നമ്മൾ ഗുണിച്ചു. നോക്കിയേ 5 5 വെട്ടിപ്പോയി, 3 3 വെട്ടിപ്പോയി. ബാക്കി ആരാ ഉള്ളത്? നോക്കിയോ. ബാക്കിയുള്ളത് 1/2 മൈനസ് ഇവിടെ ആരാ? 1/3² ഉണ്ട്. 3² 9. 1/9. നല്ല ചോദ്യങ്ങളാണ് കേട്ടോ. ക്രോസ് ചെയ്ത് നോക്കിയേ. ക്രോസ് ചെയ്ത് ചെയ്യാം.
നമ്മൾ ഭിന്നസംഖ്യയിൽ കഴിഞ്ഞ ദിവസം പഠിച്ചാണ്. ഭിന്നസംഖ്യയിൽ ക്രോസ് ചെയ്ത് നമ്മൾ പഠിച്ചു. 9 × 1 9 മൈനസ് 2 × 1 2 ബൈ 2 × 9 18. ഇനി ഇത് ഒരുപാട് പറയാനൊന്നുമില്ല. ഇത് നമ്മൾ ചെയ്തേ പറ്റും പെട്ടെന്ന്. 9 - 2 എത്രയാ? 7 7 ബൈ 18. അവസാനം പെട്ടെന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഭിന്നസംഖ്യ പഠിച്ചു വെച്ചിരിക്കുന്നതാണ് നമ്മൾ. ഇനി നമുക്ക് അതിനകത്ത് ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്ത് ഭിന്നസംഖ്യയിലൊക്കെ ടോപ്പിക് വൈസ് പഠിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾ അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടുപോകാം. നമുക്ക് എന്ത് ചെയ്യാം? 7/8 എന്നുള്ളതാണ് അല്ലേ? 7/8 ഓപ്ഷൻ 7/18 അല്ലേ? 7/18 ഓപ്ഷൻ ഉണ്ട്. 93 ബി ആണ് 7/18 എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ അത് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അടുത്ത ചോദ്യം നോക്കിയേ. എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാകാത്ത വിധത്തിൽ 124 രൂപ എക്കും ബിക്കും വീതിച്ച് നൽകിയാൽ എക്ക് കിട്ടുന്നത് എത്ര? നല്ലൊരു ചോദ്യം. പല രീതികൾ ചെയ്യാം. ഞാൻ എല്ലാ രീതികളും, അതായത് ഒരുപാട് രീതികളുണ്ട്. ഞാൻ കുറച്ച് രീതികൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. എല്ലാവരും കൊണ്ട് ചിലപ്പോൾ എക്സും വൈ ഒക്കെ സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എനിവേ ഞാനിത് എനിക്ക് പറ്റുന്ന രീതിയിൽ എല്ലാം അറിയുന്നുള്ള 2-3 മെത്തേഡുകളുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2-3 മെത്തേഡുകളുണ്ട്. ആ 3 മെത്തേഡുകളെല്ലാം ഞാനൊന്ന് പറയാം. നിങ്ങൾക്ക് അതിൽ ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് ചൂസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡ് മാത്രം ചൂസ് ചെയ്യുക, ബാക്കി വിട്ടേക്കുക. ഓക്കെ. സോ എന്താ പറയുന്നത്? ഒരാൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാകാത്ത വിധത്തിൽ. അപ്പോൾ എക്കും ബി രണ്ടുപേരുണ്ട്. എക്കും ബിക്കും കിട്ടുന്ന തുകകളുണ്ട്. നമുക്ക് ഒന്നുകിൽ എക്സും വൈ എടുക്കുക, അല്ലെങ്കിൽ ഞാൻ എയും ബിയും തന്നെ എടുക്കുകയാണ്. നോക്കി, എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് നമുക്കൊന്ന് എഴുതാം. എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4A അല്ലേ? എയുടെ 4 മടങ്ങ്, അതായത് 4 × A. ഇനി എന്താ പറയുന്നത്? അത് എന്തിനു തുല്യമാകുന്ന വിധത്തിൽ ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാവണം. ബിക്ക് കിട്ടുന്ന തുക ബി ആണെങ്കിൽ അതിൻ്റെ 5 മടങ്ങ് മീൻസ് 5B അതിനേക്കാൾ 10 കൂടുതലായിരിക്കണം. മനസ്സിലായോ? എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് മീൻസ് 4 × A. അത് ക്ലിയർ ആണല്ലോ. ദെൻ ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങ്, അതായത് B × 5 ആണെങ്കിൽ 5B അതിനേക്കാൾ 10 കൂടുതലായിരിക്കണം മീൻസ് +10. ഇതിൽ സംശയം വരാൻ വഴിയില്ല, പക്ഷേ ചിലർക്ക് സംശയം തോന്നും. ഓക്കെ. അപ്പോൾ ഇതെഴുതാൻ പഠിക്കാം. ഇതെഴുതാൻ പഠിച്ചാലേ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അതിന് ഏത് മെത്തേഡായാലും നമുക്ക് ഇങ്ങനെ എഴുതിയേ പറ്റുള്ളൂ. ഇനി ഞാൻ ആദ്യം മെത്തേഡ് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെത്തേഡ് ഞാൻ പറയാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ഈ 5B ഇപ്പുറത്ത് കൊണ്ടുവരാണ്. ഇത് ഒന്നാമത്തെ മെത്തേഡാണ് കേട്ടോ. 4A - 5B. നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ മെത്തേഡ് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നത് ചൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് സ്റ്റാൻഡേർഡ് മെത്തേഡ് പറയണം. അപ്പോൾ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കുക. ഓക്കെ. ഇനി ഈ മാത്സ് മെയിനൊക്കെ എടുത്താൽ മാത്സ് നല്ല ഈസി ആയിട്ടുള്ളവരൊക്കെ ചെയ്യുന്ന മെത്തേഡ് ഇതായിരിക്കും. പെട്ടെന്ന് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കത് കിട്ടി. ഇനി അവരെന്താ പറയുന്നത്? ആകത്തക്ക വിധത്തിൽ 124 രൂപ എക്കും ബിക്കും വീതിച്ചു. അതായത് ആകെ 124 രൂപയുണ്ട്. അപ്പോൾ എക്കും ബിക്കും കൂടി എത്ര രൂപയുണ്ട്? രണ്ടും കൂടി ചേർന്നാൽ 124 രൂപയായി. ശരിയല്ലേ? ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അത് മനസ്സിലായില്ലേ? കാര്യം എക്കും ബി കൂടെ കൊടുത്താൽ എല്ലാം 124 രൂപയാണ്. അപ്പോൾ A + B എന്ന് പറഞ്ഞാൽ 124 രൂപയായിരിക്കും. ശരിയല്ലേ? നോക്കി, ഇത് നമ്മൾ സോൾവ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ. അപ്പോൾ അതായത് ഒന്നാം കൃതി സമവാക്യങ്ങളുടെ ലഘൂകരണം എന്ന് പറയുന്ന സാധനം. ഓക്കെ അല്ലേ? അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ പ്രത്യേകത എയുടെ കോയിഫിഷ്യൻ, അതായത് എയുടെ ഗുണോത്തരങ്ങൾ തുല്യമാണ്, അല്ലെങ്കിൽ ബിയുടെ ഗുണോത്തരങ്ങൾ ഏതെങ്കിലും ഒന്ന് തുല്യമായിരിക്കണം. നോക്കി, ഇവിടെ എയുടെ മുമ്പിൽ 4 അല്ലേ, ഇവിടെ 1 അല്ലേ, തുല്യമല്ലല്ലോ. ബിയുടെ മുമ്പിൽ -5ഉം ഇവിടെ ബിയുടെ മുമ്പിൽ 1ഉമാണ്. മീൻസ് ഒന്നുമില്ല മീൻസ് 1ആണ്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്. ഇതൊന്നും തുല്യമല്ല. തുല്യമാണെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഞാൻ തുല്യമാക്കാൻ പോവാണേ. ഞാൻ എന്താ ഈ രണ്ടാമത്തെ ഇക്വേഷനെ 4 കൊണ്ടങ്ങ് ഗുണിക്കാൻ പോവാണ്. രണ്ടാമത്തെ ഇക്വേഷനെ ഇങ്ങനെ എഴുതുന്നു വേണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാണ്. രണ്ടാമത്തെ ഇക്വേഷൻ മുഴുവൻ 4 കൊണ്ടാണ് ഗുണിക്കുകയാണ്. അപ്പോൾ ഇതെന്താവും? 4A ഇവിടെ ഗുണിക്കുമ്പോൾ അല്ലേ, ഇവിടെ 4B ശരിയല്ലേ, ഈസ് ഈക്വൽ ടു ഇവിടെയും ഗുണിക്കണം. 4 4 16, 4 2 8 1 9, 1 4 4 496 കിട്ടും. കണ്ടോ? അപ്പോൾ എന്തായി? രണ്ടാമത് എന്തിനാ ഗുണിച്ചതെന്ന് അറിയാവോ? ഇതുപോലെ എയുടെ ഫ്രണ്ടിൽ 4 വന്നതുകൊണ്ട് ഇവിടെയും നമ്മൾ ഗുണിച്ചത് 4 ആക്കി. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് വേറൊരു ഇക്വേഷനാണ്. എന്തോ ആയിക്കോട്ടെ, ഒരു ഇക്വേഷൻ കിട്ടി. നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. 3 കൊടുക്കുകയാണ് ഞാൻ. ശരിയല്ലേ? ഇനി ഒന്നാമത്തെ മൂന്നാമത്തെ എടുക്കാൻ പോകും. ഒന്നാമത്തെ പറഞ്ഞേ 4A - 5B = 10. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് നോക്കിയേ. 4A + 4B = എത്രയാണ്? 496. കുറച്ച് ഡിഫിക്കൽട്ട് മെത്തേഡാണ് കേട്ടോ. നമുക്ക് ഓപ്ഷൻ വെച്ച് പറയാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതൊന്ന് പറഞ്ഞു തന്നിട്ട് ഓപ്ഷൻ വെച്ചിട്ട് പറയാം. നമ്മളൊരു ഡിഗ്രി ലെവൽ വരെ അല്ലേ പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ എല്ലാ മെത്തേഡും ഇതുകൂടെ പഠിക്കേണ്ട കാര്യമാണ്. നമുക്കിരിക്കട്ടെ, കുറച്ച് ഡിഫിക്കൽട്ട് നമുക്ക് കളഞ്ഞിട്ട് പോകരുത് നിങ്ങൾ. നമുക്ക് ഈ ഓപ്ഷൻ വെച്ച് പറയാം. ഓക്കെ. സോ നമ്മൾ അടിയിൽ വരയ്ക്കുകയാണ്. നമ്മളിത് അങ്ങ് മൈനസ് ചെയ്യാൻ പോവുകയാണ്. കാര്യം എന്താ? നമുക്ക് ഇവിടെ 2 തുല്യമായി. കണ്ടോ? തുല്യമാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 4 കൊണ്ട് ഗുണിച്ചത്. ഓക്കെ. മൈനസ് ചെയ്യാൻ പോകണം. പറഞ്ഞേ 4A - 4A 4A - 0 ആയി പോകില്ലേ? കട്ടായി പോയില്ലേ? ഇത് നോക്കിയേ. -5B - 4B അതാണ്. ഇതിൽ നിന്ന് മൈനസ് ആണ് ചെയ്യേണ്ടത്. -5B - 4B
എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും -9b. സംശയം വരരുത്, കാര്യം ഇവിടെ പ്ലസ് അല്ലേ, പിന്നെ എങ്ങനെ മൈനസ് വന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല, -5b -4b, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുകയാണ്. -5b -4b, അപ്പോൾ മൈനസ് മൈനസ് ഒരേ ചിഹ്നമായതുകൊണ്ട് കൂട്ടിയിട്ട് അത് -9b. ഇത് കുറയ്ക്കുമ്പോഴോ 10 -496 മൈനസ് ആണ്, അപ്പോൾ 486 എന്ന് വരും. ഈ മൈനസും കട്ടായിപ്പോയി. b = 486/9. എന്തുകൊണ്ട്? ഈ ഇൻറ്റു ചെയ്തേക്കുന്ന 9 അപ്പുറത്ത് പോയി. കട്ട് ചെയ്ത് നോക്കിയേ, i9 45, ബാക്കി 36, 4 36, b 54 എന്ന് കിട്ടി. b 54 എന്ന് കിട്ടി. അപ്പോൾ ബിക്ക് കിട്ടുന്ന തുക 54 ആണ്. നമുക്ക് സിമ്പിൾ അല്ലേ, കാര്യം രണ്ടുപേർക്കും കൂടി 124. അപ്പോൾ അതിൽ ബിക്ക് എത്ര കിട്ടി? ബിക്ക് 54. എങ്കിൽ എക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 124 -54, അതായത് 70 രൂപയായിരിക്കും എക്ക് കിട്ടുന്നത്. അങ്ങനെ ഓപ്ഷൻ നോക്കി. ക്വസ്റ്റ്യൻ എന്താണ് വെച്ചിരിക്കുന്നത്? എക്ക് കിട്ടുന്നത് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? അത് 70 ആണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു മെത്തേഡ്. കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഞാൻ അടുത്ത മെത്തേഡ് പറയാൻ പോവാണ്. സിംപ്ലി നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താ എഴുതിയത്? 4a = 5b. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാര്യം എക്ക് കിട്ടുന്നതിൻ്റെ 4 മടങ്ങ്, ബിക്ക് കിട്ടുന്നതിൻ്റെ 5 മടങ്ങിനെങ്കിൽ 10 കൂടുതലാണ്. അത് വെച്ച് എഴുതി, അതവിടെ ഇരിക്കട്ടെ. ഈ രണ്ടാമത്തെ കേസ് പറയുന്നത് എന്താണ്? a + b നമുക്കറിയാം, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 124 കിട്ടണം. അതും നമുക്ക് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. കാര്യം രണ്ടുപേരുടെയും തുക 124 രൂപയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് വരാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? എക്ക് കിട്ടുന്ന തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ഒന്നാമത്തെ ഓപ്ഷൻ 70 ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എക്ക് കിട്ടുന്ന തുക 70 എന്നാണ് പറയുന്നത്. നമുക്ക് ആ എക്ക് കിട്ടുന്ന തുക കൊടുത്തു നോക്കാം, ശരിയാവും നോക്കാം. ഞാൻ എക്ക് 70 കൊടുക്കുകയാണ്. എക്ക് 70 കൊടുത്താൽ ബിക്ക് കിട്ടുന്നത് 54 ആയിരിക്കില്ലേ? കാര്യം അങ്ങനെയല്ലേ 124 കിട്ടത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. എക്ക് 70 ഒന്നാമത്തെ ഓപ്ഷൻ 70 ആണ്. സോ എക്ക് 70 കൊടുത്താൽ ബിക്ക് 54 തന്നെ കിട്ടണം. സോ 70 54 കിട്ടി. ഇത് ശരിയാവുമെന്ന് എങ്ങനെ അറിയും? നമ്മൾ വെറുതെ കൊടുത്തല്ല, നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ച് മനസ്സിലായോ നിങ്ങൾക്ക്? എങ്ങനെയാണ്? എ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ നോക്കി. അപ്പോൾ എക്ക് 70 രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്ക് 70 രൂപയാണെങ്കിൽ, എക്ക് 70 ആണെങ്കിൽ ബിക്ക് എത്ര ആയാലേ പറ്റുള്ളൂ? 54 ആയാലേ പറ്റുള്ളൂ. ഇത് ശരിയാണോ അല്ലേ നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യും? ഈ സാധനം ഇവിടെ നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം. ഇവിടെ ഈ സാധനത്തിനകത്ത് കൊടുത്തു നോക്കാം. അതായത് ഇവിടെയും കൊടുക്കുമ്പോൾ സെയിം ആയിട്ട് കിട്ടുമെന്ന് നോക്കാം. 4a, അതായത് 4 × 70, 4 × 70 280. കണ്ടോ? അപ്പോൾ ഇടത് സൈഡിൽ 280 കിട്ടി. ഇത് തന്നെ റൈറ്റ് സൈഡിൽ കിട്ടുമെന്ന് നോക്കാം. 5 × b, 5 × 54 എങ്ങനെ ഗുണിക്കും? 5 4 20, 5 5 25 2 27 പ്ലസ് 10. നോക്കിയേ, 270 10 280 കിട്ടിയില്ലേ? രണ്ടും തുല്യമല്ലേ കിട്ടിയത്? അതായത് ഈ ഓപ്ഷൻ ശരിയാണ്. അതായത് എക്ക് കിട്ടിയത് 70 ശരിയാണ്. ഇനി നമ്മളോട് മറ്റു ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? രണ്ടാമത്തെ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല. നോക്കിയാൽ നമുക്ക് കിട്ടില്ല. വേണമെങ്കിൽ ഞാൻ ഒരു ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? രണ്ടാമത്തെ ഓപ്ഷൻ എക്ക് കിട്ടുന്നത് 54 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്ക് കിട്ടുന്നത് 54. സെക്കൻഡ് ഓപ്ഷൻ എക്ക് കിട്ടുന്ന കൊല്ലല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ 54 ആണ് എക്ക് കിട്ടുന്നത്. അപ്പോൾ ബിക്ക് എത്രയായിരിക്കും? ബിക്ക് 70 ആയിരിക്കും. കാര്യം കൂട്ടുമ്പോൾ 124 വരണ്ടേ? അപ്പോൾ എക്ക് 54 ആണെങ്കിൽ ബിക്ക് 70 ആയേ പറ്റുള്ളൂ. നമുക്ക് ഈ ഇക്വേഷൻ കൊടുത്തു നോക്കാം. എന്താണ്? 4a + 5b = 10 എന്നല്ലേ? കൊടുത്തു നോക്കാം. 4 × 54, സോറി 4a = ആണല്ലേ? ഇങ്ങനെയാണ്. ഓക്കെ, സോറി. ഓക്കെ, 54 = 5 × 70 + 30. ശരിയാവും നോക്കാം. 4 × 54 4 16, 4 5 20, 1 21 216. ഇവിടെ നോക്കി 5 7 35 350 + 10. ഇവിടെ 360 അല്ലേ കിട്ടുന്നത്? ഇവിടെ 216 ഈക്വൽ ആയില്ലല്ലോ. സോ അതല്ല ഓപ്ഷൻ. ഇങ്ങനെയാണ് നോക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് കിട്ടി, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആൻസർ 70 ആണെന്ന് ഇങ്ങനെയും ചെയ്യാം. ഇനിയും ഉണ്ട് മെത്തേഡ് കേട്ടോ. ഇനിയുണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡൊക്കെ ചെയ്യാൻ പറ്റും. വേണ്ട, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയാണ് ചൂസ് ചെയ്യുക. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കുറച്ച് നല്ല ചോദ്യമാണത്. ഓക്കെ, സോ നമുക്ക് അടുത്തോട്ട് നോക്കാം. എന്താണ്? ദിശയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 മീറ്റർ കിഴക്കോട്ടും അവിടെ നിന്ന് കുറേ കഥ പറയുന്നുണ്ട് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ദിശ വരയ്ക്കാം. ദിശ നോക്കാം. നമ്മുടെ ദിശ എങ്ങനെയായിരിക്കും? ദിശ ഇങ്ങനെയാണ്: വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ശരിയല്ലേ? എന്താണ് പറയുന്നത് നോക്കാം. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 മീറ്റർ കിഴക്കോട്ട് പോകുന്നതാണ് പറയുന്നത്. 20 മീറ്റർ കിഴക്കോട്ട്. സോ നോക്കാം. നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന ആൾ, ഇവിടെ നിൽക്കുന്ന ആളാണ്. 20 മീറ്റർ കിഴക്കോട്ട് പോയി. 20 മീറ്റർ കിഴക്കോട്ട് പോയി. അതല്ലേ കിഴക്ക്? അങ്ങോട്ട് പോയി. ഇനി എന്താ പറയുന്നത്? അവിടെ നിന്നും 20 മീറ്റർ തെക്കോട്ട് പോയി. മീൻസ് താഴോട്ടാണ് അല്ലേ? 20 മീറ്റർ തെക്കോട്ട് പോയി. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? അവിടെ നിന്നും തിരിഞ്ഞ് 35 മീറ്റർ പടിഞ്ഞാറോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് 35 മീറ്റർ ആകുമ്പോൾ ഇങ്ങോട്ടാണ് പടിഞ്ഞാറ്. ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ടാണ് പടിഞ്ഞാറ് അല്ലേ? ഇങ്ങോട്ട് പോവാണ്. ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ഇത്രയാകുമ്പോൾ 20 ആവും. ഇവിടെ വരെ 20 ആയി. പക്ഷേ 35 ആവും. അപ്പോൾ ഇങ്ങ് പാസ് ചെയ്ത് പോകും അല്ലേ? സോ ഇങ്ങോട്ട് വന്നു അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് പോയി എത്രയാണ്? 35 മീറ്റർ. മൊത്തം 35 മീറ്റർ പോയി. ശരിയല്ല? അതായത് ഇവിടം വരെ നമുക്കറിയാം. ഇവിടം വരെ 20 ആണ്. ഇവിടം വരെ 20. അപ്പോൾ ഇത് 20 ആകുമ്പോൾ ഇത് 20 ആയിരിക്കും അല്ലേ? ഇവിടം വരെ 20 ആണ്. ബാക്കി ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് 15 ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, അവിടെ വരെ പോയി. ഇനി എന്താ പറയുന്നത്?
സഞ്ചരിച്ച് 10 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. ഇനി 10 മീറ്റർ വടക്കോട്ട്, വടക്കെങ്ങോട്ടാ? ഇപ്പോൾ ഇവിടെ നിൽക്കുക, വടക്ക് അങ്ങോട്ടല്ലേ, മുകളിലേക്കല്ലേ, മുകളിലോട്ട് വടക്കോട്ട് അല്ലേ, 10 മീറ്റർ ആണ് പോകുന്നത് അല്ലേ. നോക്കി, ഇത്രയും ഭാഗം 20 ആണ്. അപ്പോൾ 10 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതിയിലോ നിൽക്കും ഇങ്ങനെ, ശരിയല്ലേ? കാര്യം ഇത് മുഴുവൻ 20 ആണ്. സോ അതിന് അത്രയും വരത്തില്ല 10, ഇവിടെ വരെ വരത്തുള്ളൂ. അപ്പോൾ ഇത് 10 മീറ്റർ. ഇനി എന്താ പറയുന്നത്? സഞ്ചരിച്ച് വടക്കോട്ടും സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് എത്തുന്നു. 5 മിനിറ്റ് വിശ്രമം ചെയ്ത്, 5 മിനിറ്റ് നമുക്ക് ആവശ്യമൊന്നുമില്ല. എന്തിനാ ഈ സമയം നമുക്ക് എന്തിനാണ്? ശേഷം 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. അതായത് ഇവിടെ നിന്ന് 15 മീറ്റർ കിഴക്ക് അങ്ങോട്ടാണ്, അത് അങ്ങോട്ട് 15 മിനിറ്റ് എത്രയായിരിക്കും? ഇവിടം വരെ വരത്തുള്ളൂ. കാര്യം ഇതാണ് 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. എങ്കിൽ അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലെയാണ്? സിമ്പിൾ അല്ലേ? ഇവിടെ തുടങ്ങി, എന്നാൽ ഇവിടെ അവസാനിച്ചു. ഈ അകലം കണ്ടുപിടിച്ചാൽ പോലെ, സിമ്പിളാണ്. ഇത് 20 ആണെങ്കിൽ ഇത് മൊത്തം 20 ആയിരിക്കും അല്ലേ, അല്ലേ? ഇത് എത്ര അകലം നോക്കിയാൽ, ഇത് 10 ആയതുകൊണ്ട് ഇതും 10. ക്ലിയർ ആണല്ലോ അല്ലേ? ഇത് 20 ആയതുകൊണ്ട് ഇത് കൂടി 20. ഇത് ഇത്രയും 10 ആയതുകൊണ്ട് ഇതും 10, ശരിയല്ലേ? അപ്പോൾ മൊത്തം 20, അത് ഇത് 10, ബാക്കി എത്ര ആയിരിക്കും? ഇത് 10 ആയിരിക്കുമെങ്കിലേ 10 10 20 ആവുള്ളൂ. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സിമ്പിളാണ്. ദിശ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്. 10 ആണ് ആൻസർ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഇത് ഓർമ്മിച്ചോളുക. ഈ ഡിസ്റ്റൻസുകൾ എടുക്കുമ്പോൾ ഈ 35 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതി വരെ നിർത്തരുത്. കാര്യം ഇത്രയും വന്നാലേ 20 ആവുള്ളൂ, പിന്നെ ഇങ്ങോട്ട് പോകും. ആ കറക്റ്റ് ഡിസ്റ്റൻസ് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1/2, 1/4, 1/16 ഡാഷ്, പിന്നെ 1/1 വലിയ സംഖ്യ എന്താണ്? 1/65536. ഇത് വളരെ സിമ്പിളാണ്. എന്താണ് നോക്കി, 1/, ഇത് 2, ഇവിടെ 2ൻ്റെ സ്ക്വയർ ഉണ്ടോ? ഇവിടെ ഈ 2ൻ്റെ സ്ക്വയർ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ 4ൻ്റെ സ്ക്വയർ ഇവിടെ എഴുതിക്കുന്നുണ്ടോ? അതായത് തൊട്ട് മുമ്പിലുള്ള സംഖ്യയുടെ ഛേദത്തിൻ്റെ വർഗ്ഗം. അതായത് 2ൻ്റെ സ്ക്വയർ ഇവിടെ എഴുതി, 4ൻ്റെ സ്ക്വയർ ഇവിടെ എഴുതി, എങ്കിൽ 16ൻ്റെ സ്ക്വയർ ആയിരിക്കും ഇവിടെ എഴുതുന്നത്. 16ൻ്റെ സ്ക്വയർ 1/16ൻ്റെ സ്ക്വയർ എത്രയായിരിക്കും? 1/256 ആയിരിക്കും. 16ൻ്റെ സ്ക്വയർ 256 ആയിരിക്കും. അങ്ങനെയായിരിക്കും അവിടെ വരുന്നത്. ക്ലിയർ ആയല്ലോ? പ്രശ്നമില്ലല്ലോ? അത്രയേ ഉള്ളൂ. അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നോക്കിയേ, അടുത്തത് ലാഭവും നഷ്ടവും. ഒരു രാജു 10,000 രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് 1000 രൂപ മുടക്കി പുതുക്കി പണിയുകയും 2500 രൂപ ചിലവാക്കി പെയിന്റ് ചെയ്യുകയും ചെയ്തു. അയാൾക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? അല്ലേ, നമുക്ക് ചിലവായ തുക നമുക്കറിയാം. നമ്മൾ എത്ര രൂപയാണ്? 10,000 രൂപയ്ക്ക് അത് വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? അതിൽ 1000 രൂപ മുടക്കി പുതുക്കി പണിതു. ഇനി ബാക്കി എന്ത് ചെയ്യുന്നു? ഇനി 2500 രൂപ മുടക്കി പെയിന്റ് ചെയ്യുന്നു. സോ 2500 രൂപ. അപ്പോൾ രാജുവിൻ്റെ ആ മുടക്ക് മുതൽ എന്താണ്? 10,000 + 1000 + 2500, അതായത് 13,500 രൂപയാണ് അയാൾക്ക് ചിലവായ തുക. അപ്പോൾ അയാളുടെ വാങ്ങിയ വില എന്ന് പറയുന്നത്, അയാൾ വാങ്ങി, അതായത് സാധനം അയാൾക്ക് കിട്ടിയ വില 13,500 ആണ്. ഇതെല്ലാം കഴിഞ്ഞ് അത് അയാൾക്ക് എത്ര കിട്ടണം? 20% ലാഭം കിട്ടണം. സോ അതിന് വിറ്റ വിലയുടെ ചോദ്യം. അപ്പോൾ നോക്കാം, വിറ്റ വില ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്കറിയാം, VV ഭാവി 100ൽ 100p, 100 + p അല്ലേ? നോക്കാം, വാങ്ങിയ വില എത്രയാണ്? 13,500 × 100ൽ പ്രോഫിറ്റ് എത്ര? 120 കിട്ടണം, 120 അല്ലേ? നോക്കിയേ, ഈ 2 0 വെട്ടിപ്പോവില്ലേ അല്ലേ? ബാക്കി ഗുണിച്ചാൽ പോരെ. 135 × 12, 0 കൊണ്ട് കിടക്കട്ടെ, 2 5 10, ദെൻ 3 2 6 1 7, 1 2 2, ദെൻ 1 5 5, 1 3 3, 1 1 0 2, ദെൻ 6 1. ശരിയല്ലേ? ഒരു 0ത്തിന് കുറവാണ്. 16,200 അല്ലേ? 16,200 രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് ഇത്രയും ലാഭം കിട്ടും എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്, കാരണം നമ്മൾ ഒരുപാട് കണ്ട് പരിചയിച്ച ചോദ്യമാണ്. വിറ്റ വില ഈസ് ഈക്വൽ ടു വാങ്ങിയ വില 100ൽ 100p, അതായത് പ്രോഫിറ്റ്. നമ്മുടെ കോഡാണ് അല്ലേ? VV ഭാവി 100ൽ 100p എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഓക്കെ അല്ലേ? സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു ഓട്ടോക്കാരൻ്റെ വേഗത 15 സെക്കൻഡിൽ 180 മീറ്റർ ആണ് എങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? ഒരു ഓട്ടോക്കാരൻ്റെ വേഗത 15 സെക്കൻഡിൽ 180 മീറ്റർ ആണ്. നമുക്ക് നോക്കാം. നമുക്ക് കിലോമീറ്റർ പെർ അവർ, അതായത് മണിക്കൂർ എത്ര എന്നാണ് ചോദ്യം. ശരിയല്ലേ? നോക്കാം. നമുക്ക് സിമ്പിൾ പരിപാടി, സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ ഒരു ഓട്ടോക്കാരൻ്റെ വേഗത 15 സെക്കൻഡിൽ 180 മീറ്റർ നോക്കാം. 15 സെക്കൻഡിൽ 150 മീറ്റർ, ശരിയല്ലേ? എങ്കിൽ ഒരു സെക്കൻഡിൽ എത്രയായിരിക്കും? ഒരു സെക്കൻഡിൽ 150/15 മീറ്റർ ആയിരിക്കും. കട്ട് ചെയ്ത് പോകുമ്പോൾ എന്ത് കിട്ടും? ഒരു സെക്കൻഡിൽ അയാളുടെ വേഗത എന്ന് പറയുന്നത് കട്ട് ചെയ്ത് പോയി 10 മീറ്റർ ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒരു സെക്കൻഡിൽ 10 മീറ്റർ ആണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അയാളുടെ വേഗത 10 മീറ്റർ/സെക്കൻഡ് എന്നല്ലേ? അതായത് ഒരു സെക്കൻഡിൽ 10 മീറ്റർ എന്നല്ലേ? ഇതിനെ അവറിലേക്ക് മാറ്റാനല്ലേ ചോദിച്ചേക്കുന്നത്? സിമ്പിൾ. എന്ത് ചെയ്യാം? നമുക്കറിയാം മീറ്റർ/സെക്കൻഡിനെ എന്ത് ചെയ്താൽ മതി? കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? 18/5 കൊണ്ട് ഗുണിക്കും.
പഠിച്ചിട്ടില്ലേ നമ്മളത്? തിരിച്ചാണെങ്കിൽ കിലോമീറ്റർ പറഞ്ഞ മാറ്റാൻ 5/18 പിന്നെ 18/5 നോക്കാം. അതായത് നമുക്ക് എന്ത് ചെയ്യാം? 10 × 18/5 ഇതാ കട്ടായി പോയി 2 × 8 36 km/h. ഓപ്ഷൻ നോക്കിയേ 36 കിലോമീറ്റർ ഉണ്ടോ നോക്കിയേ 36. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആൻസർ നമുക്ക് 36 കിലോമീറ്റർ എന്ന് അല്ലെങ്കിൽ km/h എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 20% വർദ്ധിപ്പിച്ചാൽ അതിന്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും എന്നാണ് ചോദ്യം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക. നമുക്ക് എക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. നോക്കിയേ, ഒരു ചതുരത്തിന്റെ നീളവും വീതി ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ കേസ് നമുക്കൊന്ന് പറയാം. ചതുരത്തിന്റെ നീളവും 100%, വീതിയും 100%. ശരിയല്ലേ? രണ്ടും 100%. ഓക്കെ അല്ലേ? നമ്മൾ ഇതിന്റെ നീളവും വീതിയും എന്ത് ചെയ്യുന്നു? 20% വർദ്ധിപ്പിക്കുന്നു. അതായത് പുതുതായിട്ട് മാറും ന്യൂ അല്ലെ, ന്യൂ എന്ത് ചെയ്യും? 120% മാറും. ഇവിടെയും 120 മാറും. ശരിയല്ലേ? സിമ്പിൾ അല്ലേ? നമുക്ക് 100 ശതമാനം കളയാം നമുക്ക് തൽക്കാലത്തേക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ 100 ആയിരുന്നത് 120 മാറും. അപ്പോഴാണ് 20% കൂടുമെന്ന് പറയുന്നത്. നീളവും വീതിയും ഒരുപോലെ മാറി. നിങ്ങൾ നോക്കും രണ്ടും 100. അതെങ്ങനെയാണ് പിന്നെ സമയരാവില്ലേ? അങ്ങനെ സംശയം തോന്നരുത്. കാരണം നമ്മൾ പറയുന്നത് ഒരു ചതുരം തന്നിട്ടുണ്ട്, നീളവും വീതിയാണ്. നീളം ഇപ്പം 100%ായിരിക്കുന്നത്, അത് 20% കൂടി. ശരിയല്ലേ? അപ്പോൾ 120 വീതിയും അതിൻ്റെ 100%ാണ് ഇരിക്കുന്നത്. അത് എന്ത് ചെയ്തു? അത് 120%. അപ്പോൾ ഇവിടെ മാറ്റമൊന്നും വരില്ല. ഇനി ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ നീളം 20% കൂടി, വീതി 10% കൂടി. അപ്പോൾ ഇതെന്താവും? ഇവിടെ 100ഉം ഇവിടെ 120, ഇവിടെ 100ഉം 110 ആവും. വ്യത്യാസം മനസ്സിലായല്ലോ? അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. സോ നമ്മളത് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആദ്യത്തെ ഉണ്ടായിരുന്ന സംഭവം ഇതാണ്. ആദ്യം ഉണ്ടായിരുന്ന നീളം നമുക്ക് കൊടുക്കാം. നീളം ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്. അപ്പോൾ നീളം ആദ്യത്തെ 100, രണ്ടാമത്തെ 100, ഇപ്പോൾ 120ഉം 120. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഏരിയ എന്തായിരിക്കും? ഇതിൻ്റെ ഏരിയ L/B അല്ലേ? നീളം ഗുണം വീതി. സോ ഇത് 10,000 ആവും അല്ലേ? നീളം ഗുണം വീതി 10,000. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 10,000 എങ്കിൽ പുതിയ ചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? 120 × 120, 12 × 12 144, 20 കണ്ടോ? അപ്പോൾ എന്ത് സംഭവിച്ചു? ആദ്യത്തെ ചതുരത്തിന്റെ പരപ്പളവ് 10,000 ആണ് എങ്കിൽ രണ്ടാമത്തെ ചതുരത്തിന്റെ പരപ്പളവ് 14,400 ആയിരിക്കും എന്നാണ്. അതിൽ സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മളുടെ ചോദ്യം എന്താണ്? നമ്മുടെ ചോദ്യം എത്ര ശതമാനം വർദ്ധിക്കും എന്നാണ്. നോക്കിയേ, 10,000 ആയിരുന്നത് 14,400 ആയെങ്കിൽ എത്രയാണ് കൂടിയത്? 4,400 കൂടിയല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ 10,000 4,400 അങ്ങനെയല്ലേ? 10,000-ൽ 4,400 വ്യത്യാസം വന്നു എങ്കിൽ അതിനെ ശതമാനമാക്കാൻ × 100. ഇതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള പരിപാടി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എക്സ് ഒക്കെ കൊടുത്ത് നല്ല ബുദ്ധിമുട്ടാണ്. ബെറ്റർ ഇതാണ്. നോക്കിയാൽ നിങ്ങൾ ഈ 2 0 കട്ടായി പോയി, ഇത് 2 കട്ടായി പോയി. സോ ബാക്കി 44% കൂടുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾ ഓർത്ത് വെച്ചോളുക. ഈ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ആദ്യം ഉണ്ടായിരുന്നത് എപ്പോഴും ഒരു സാധനം ഉണ്ടായിരിക്കുന്നത് എപ്പോഴും 100%. അതിൻ്റെ നീളം 100% ഉണ്ടായിരുന്നത്, വീതി 100% ഉണ്ടായിരുന്നത്. അപ്പോൾ 20% വർദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ എന്തായി? 120% മാറി. അടുത്തത് 120% മാറി. അപ്പോൾ അതിൻ്റെ പരപ്പളവ് സംഭവിച്ചു 14,400 കാര്യം. L/B ബ്രെഡ്ത്ത് ആണ്, ലെങ്തിന്റെ ബ്രെഡ്ത്ത് ആണെന്ന് പറയുന്നത് അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടി. വ്യത്യാസം 4,400. അതായത് 10,000 ആയിരുന്നത് 4,400 ആയി മാറി, അല്ലെങ്കിൽ 4,400 കൂടി. സോ × 100. ഇതാണ് കോൺസെപ്റ്റ്. കിട്ടിയോ നോക്കുക. നല്ലൊരു ചോദ്യമായിരുന്നു കേട്ടോ അത്. ഓക്കെ, അടുത്ത ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ഷാജി, ഷാൻ ഇവർ കയ്യിലുള്ള തുക 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. എന്നാൽ ഈ തുക 4:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഷാനിന് 640 രൂപ കുറവാണ് കിട്ടുന്നത് എങ്കിൽ ഇവരുടെ കയ്യിലുള്ള തുക എന്ത് എന്നാണ് ചോദ്യം. നല്ല ചോദ്യം. നോക്കാം നമുക്ക്. ഇതാണ് സാധനം. ഷാജിയും ഷാനും അല്ലേ? ഷാജിയും ഈസ് ടു ഷാൻ എന്ന് പറയുന്നത് എന്താ പറയുന്നത്? 4:5 ആണ്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത് എന്താ സംഭവം? അവർ ഇങ്ങനെ അല്ല വീതിച്ചിരുന്നതെങ്കിൽ, അതായത് ഷാജി ഈസ് ടു ഷാൻ ഇങ്ങനെ അല്ല വീതിച്ചിരുന്നതെങ്കിൽ, 4:3 എന്ന അംശത്തിൽ വീതിച്ചിരുന്നെങ്കിൽ അവർക്ക് 640 രൂപ അധികം കുറവേ കിട്ടും. ഷാനിന് 640 രൂപ കുറവേ കിട്ടില്ലായിരുന്നു. നമുക്ക് നോക്കാം. നമുക്ക് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. സിംപ്ലി ഈ ക്വസ്റ്റ്യൻ എന്താണ്? അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന തുക എന്തെന്നാണ് ചോദ്യം. ഞാൻ ഇങ്ങനെ പറയാണ്, ഇവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന തുക എക്സ് ആണെന്നിരിക്കട്ടെ. ആകെ തുക ഉണ്ടായിരുന്നത് എക്സ് എന്ന് കണ്ട് പേടിക്കണം കേട്ടോ. ആകെ തുക എക്സ് രൂപയാണ് ഉണ്ടായിരുന്നത് എന്ന് വിചാരിച്ചോളൂ. ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന തുക എക്സ് രൂപയാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയേ, ഷാനിനെ ബേസ് ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ഷാനിന് ഇങ്ങനെയാണ് വീതിച്ചിരുന്നതെങ്കിൽ ഇതിനേക്കാൾ 640 രൂപ കൂടുതൽ കിട്ടിയാനെ. പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 4:5 എന്ന അംശബന്ധത്തിൽ അവർ വീതിച്ചു. പക്ഷേ 4:3 എന്ന അംശബന്ധത്തിൽ വീതിച്ചിരുന്നുവെങ്കിൽ ഷാനിന് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ 640 രൂപ കുറവേ കിട്ടുള്ളായിരുന്നു എന്നാണ് പറയുന്നത്.
അപ്പോൾ നമുക്കത് നോക്കാം. എന്താണ് ഇവിടെ ഷാനിന് എത്ര കിട്ടിയിട്ടുണ്ടാവും? ആകെയുടെ ഇവിടെ കിട്ടിയിരിക്കുന്നത് ആകെയുടെ എത്ര ശതമാനമാണ്? 9/5%, അല്ലെങ്കിൽ 9/5 ഭാഗമാണ് ഷാനിന് കിട്ടിയത്. കാരണം ഷാനിന് കിട്ടിയത് 5ആണ്, ശരിയല്ലേ? അപ്പോൾ ആകെയുടെ 5 4 9, 9/5 ഷാനിന് കിട്ടിയത്. ഇങ്ങനെയല്ലേ അംശബന്ധം കണ്ടുപിടിക്കുന്നത്? നമ്മൾ തുക കണ്ടുപിടിക്കുന്നത് ആകെ എത്രയുണ്ടോ അതിൽ അംശബന്ധങ്ങളുടെ തുക 9/5 ഷാനിന്. ഇനി ആകെയുടെ 9/4 ഷാജിക്ക്, അങ്ങനെയല്ലേ കിട്ടുന്നത്? ഇവിടെയോ? ഇവിടെ ഷാനിന് എന്താ കിട്ടുന്നത്? ആകെയുടെ എന്താണ്? 9/3 ഭാഗം, 9/3 ഭാഗം, ശരിയല്ലേ? അപ്പോൾ ഇവിടെ കിട്ടിയത് ആകെയുടെ 9/5 ഭാഗവും ഇവിടെ കിട്ടിയത് ആകെയുടെ 9/3 ഭാഗമാണ് ഷാനിന് കിട്ടിയത്. പക്ഷേ ഇവിടെ കിട്ടിയതായിരുന്നു കൂടുതൽ, ഇവിടെ കിട്ടിയത് കുറവായിരുന്നു. എത്ര രൂപ കുറവ്? 640 രൂപ കുറവായിരുന്നു. അതായത് ആദ്യത്തേതിൽ നിന്നും ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് 640 കിട്ടും. ഒന്നുകൂടെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ ആകെയുടെ 9/5, ആകെ എത്രയാണ്? ആകെ എക്സ് ആണ്. സോ എക്സ് ഇൻറ്റു 5/9. ഇവിടെയാണെങ്കിലോ ഇവിടെ എക്സ് ഇൻറ്റു 3/9 ആണ് കിട്ടിയത്. ഓക്കെ അല്ലേ? ഇതെങ്ങനെ? എക്സ് ഇൻറ്റു 5/9 എന്ന് പറഞ്ഞാൽ 5x/9, ശരിയല്ലേ? അപ്പോൾ ഇവിടെ കിട്ടിയത് ആദ്യം കിട്ടിയത് എത്രയാണ്? ആദ്യം കിട്ടിയത് 5x/9. രണ്ടാമത് കിട്ടിയതോ 3x/9. അതെങ്ങനെ വന്നത്? സിമ്പിൾ അല്ലേ? ഈ ഭിന്നസംഖ്യകൾ ഗുണിക്കാൻ നമ്മൾ പഠിച്ചു. ഇങ്ങനെ 5 × x 5x, 5 താഴെ അല്ലേ? 5 × x 5x, 9 × 1 9. ഇവിടെയോ? താഴെ 1 ഉണ്ട്. x × 3 3x, 9 × 1 9. സോറി 9 അല്ല, ഇവിടെ 7. സോറി ഇവിടെ 7 ആണ് കേട്ടോ. സോറി എൻ്റെ മിസ്റ്റേക്ക് ആണ്. 4 3 7 ആണ്. 7 3 ആണ്. ഇവിടെയും 7 ആണ് അല്ലേ? ഞാൻ പറഞ്ഞതിൻ്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. 4 3 7, കൺഫ്യൂഷൻ വരരുത്. 4 3 7, 7 3 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഇത്രയും കാര്യം മനസ്സിൽ വെച്ചേക്കുക. ആദ്യം ഷാജിക്കും ഷാനിനും ഡിവൈഡ് ചെയ്ത് 4:5 എന്ന അംശബന്ധത്തിലാണ്. രണ്ടാമത് ഷാജിക്കും ഷാനിനും 4:3 എന്ന അംശബന്ധത്തിൽ ഡിവൈഡ് ചെയ്തിരുന്നുവെങ്കിൽ ആദ്യം കിട്ടിയതിനേക്കാൾ 640 രൂപയെ ആർക്ക്? ഷാനിന് കുറവായിട്ട് കിട്ടണമായിരുന്നുള്ളൂ. ഇവിടെ എത്ര കിട്ടിയോ അതിനേക്കാൾ 640 രൂപ കുറഞ്ഞേ കിട്ടില്ലായിരുന്നു ഇവിടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചിന്തിക്കുന്നത് ആലോചിച്ച് നോക്കിയേ. ഇതിൽ നിന്നും ആദ്യം കിട്ടിയതിൽ നിന്നും രണ്ടാമത് കിട്ടിയത് കുറയ്ക്കുമ്പോൾ 640 ആയിരിക്കും വരുന്നത്. അത് മനസ്സിലായില്ലേ? ഇവിടെ കിട്ടിയതിനേക്കാൾ 640 രൂപ കുറവായിരിക്കും ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇത് നമ്മുടെ ഡിഫറൻസ് 640 ആയിരിക്കും എന്നല്ലേ? ഇവിടെ കിട്ടിയത് എത്രയാണ്? ആകെയുടെ 9/5. എങ്ങനെ? 5 4 9, 9/5. ഇവിടെ കിട്ടിയത് ആകെയുടെ 7/3. ആകെ നമ്മൾ എക്സ് എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് ആദ്യം കിട്ടിയത് 5x/9, പിന്നെ കിട്ടിയത് 3x/7 ആണ്. 3x/7, ശരിയല്ലേ? അപ്പോൾ നോക്കിയേ, ആദ്യം കിട്ടിയതിൽ നിന്നും രണ്ടാമത് കിട്ടിയത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 640 എന്ന് കിട്ടണം. ഓക്കെ അല്ലേ? കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അങ്ങനെ കിട്ടണം. നോക്കി ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്കിത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ളതേ ഉള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ക്രോസ് ചെയ്ത് നോക്കിയേ. ഇങ്ങനെ നോക്കി 7 × 5x 35x മൈനസ് 9 × 3x 27x ബൈ 9 × 7 63 ഇസ് ഈക്വൾ ടു 640. ഇത്രയും ചെയ്യാനും വരില്ല കേട്ടോ. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇത്രയൊക്കെ വരുന്ന നമ്മൾ ഇതൊന്നും ചെയ്യില്ല. നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഡയറക്റ്റ് എങ്ങനെ എഴുതി പോകും. ഈ സ്റ്റെപ്പ് നമ്മൾ ഫസ്റ്റിൽ എഴുതും. കാര്യം ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ വരുന്ന അയ്യോ ഇതെങ്ങനെ ചെയ്യുന്ന പേടിക്കൊന്നും വേണ്ട. നോക്കിയേ ഇവിടെ എന്ത് വരും? 35 - 7x 8x ബൈ 63 ഇസ് ഈക്വൾ ടു 640. ഇത് കുറച്ചൊക്കെ കിട്ടിയതാണ് കേട്ടോ. നമുക്കിനി എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഈസ് ഈക്വൽ ടു എക്സ് അല്ലേ ആകെ എന്ന് പറയുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ഈ ഹരിച്ചിരിക്കുന്ന 63 അപ്പുറത്ത് പോകുമ്പോൾ ഗുണിക്കും. അപ്പോൾ 640 × 63, ശരിയല്ലേ? ഈ ഗുണിച്ചിരിക്കുന്ന 8 താഴേക്ക് പോകും. കണ്ടോ? ഇതൊക്കെ നമ്മൾ എക്സ് സോൾവ് ചെയ്യാൻ അറിയണം. അതായത് 8/61 അപ്പുറത്തും 61 വെട്ടായി. ഇത് വെട്ടുമ്പോഴോ 80 ഗുണിച്ച് നോക്കിയേ. 0 8 3 24 2 6 42 50 5040 ആകെ തുക എന്ന് പറയുന്നത്. ഉണ്ടോ നോക്കിയ ഓപ്ഷൻ അത് 5040 സി ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ഡിഫിക്കൽട്ടാണ്. നിങ്ങൾക്കിത് മനസ്സിലായോ നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെയുള്ള വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ നിന്ന് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കേണ്ടി വരും. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ എടുത്ത് എന്ത് ചെയ്യണം? ഫസ്റ്റ് കേസിൽ എന്താ കിട്ടിയത്? ഫസ്റ്റ് കേസിൽ കിട്ടിയത് ഷാജിക്ക് ഷാനിൻ്റെ റേഷ്യോ 4:5 ആയിരുന്നു അല്ലേ? അപ്പോൾ ഷാനിന് കിട്ടിയത് എത്രയാണ്? ഷാനിന് കിട്ടിയത് 9/5 ആണ് അല്ലേ? അപ്പോൾ നമ്മളവിടെ കണ്ടുപിടിച്ച് പോകണം. 5680. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. 5680ൻ്റെ 9/5 കണ്ടുപിടിച്ച് പോകണം അല്ല. ഇവിടെ എന്താ കിട്ടിയത്? 5680ൻ്റെ 7/3 കണ്ടുപിടിച്ച് പോകണം. ഇവിടെ എന്ത് രീതി തമ്മിൽ മൈനസ് ചെയ്ത് 640 നോക്കണം. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്ക് ഈ ഒരു മെത്തേഡ് ആയിരിക്കും ബെറ്റർ. കുറച്ച് ഡിഫിക്കൽട്ടാണെങ്കിൽ നമ്മൾ പഠിച്ചെടുത്തേ പറ്റും. നമ്മളൊരു ഡിഗ്രി ഇതൊരു +2 ലെവൽ, ഡിഗ്രി ലെവൽ, 10th ലെവൽ ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ ആവറേജിന് എബോവ് ആവറേജ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മാത്സ് ഡീപ്പായിട്ട് പഠിച്ചെടുക്കുമ്പോൾ ഇതൊക്കെ ശരിയാവും. ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആവണമെന്നില്ല. അതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക്
വീണ്ടും വീണ്ടും വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ഇതുപോലെയൊക്കെ വരുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യാൻ പഠിക്കും. അതിനാണ് നമ്മൾ ടോപ്പിക് കൂടെ പഠിച്ച് പോകുന്നത്. ടോപ്പിക്കും അതിനോടൊപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഇങ്ങനെ പഠിച്ച് പോയാലേ നമ്മൾ സെറ്റ് ആവുള്ളൂ. അപ്പോൾ നല്ല നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ പറയുക. കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ബുക്ക് എടുത്ത് എഴുതി നോട്ട് എഴുതി ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി പോവുക. നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഒരു ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അത്രയും ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിലാവും. അപ്പോൾ നമ്മൾ അത്രയും ചെയ്ത് വർക്കൗട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും കാണാം.